നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടൻ ദിലീപിനെതിരെ സിനിമാ രംഗത്ത് നിന്നും കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നു. ഏവരെയും ഞെട്ടിച്ച മലയാള സിനിമാ ലോകത്തെ വൻ കോളിളക്കം സൃഷ്ടിച്ച ഇന്നും ദുരൂഹമായി തുടരുന്ന കലാഭവൻ മണിയുടെ മരണം അന്വേഷിക്കണമെന്നാണ് വെളിപ്പെടുത്തൽ. ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ സന്ദർഭത്തിൽ മണിയുടെ മരണത്തിൽ ഇവരുടെ പങ്കിൽ സംശയമുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. മരിച്ചത് എങ്ങനെയെന്ന ചോദ്യം ബാക്കി വെച്ച് മലയാളത്തിന്റെ ജനപ്രിയ നടൻ കലാഭവൻ മണിയുടെ വേർപാടിന് 2 ആണ്ട് പിന്നിട്ടു. പല ഘട്ടത്തിലുള്ള അന്വേഷണത്തിലൂടെ കിട്ടിയ തെളിവുകളുടെ വെളിച്ചത്തിൽ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന നിഗമനത്തിൽ എത്താനാവാതെ പോലീസ് ഇപ്പോഴും വട്ടം ചുറ്റുകയാണ്. മണിയുടെ മരണത്തിൽ ആദ്യ സംശയം തന്നെ തിരിഞ്ഞത് കൂട്ടുകാരിലേക്കായിരുന്നു. മണിക്കൊപ്പം ഔട്ട് ഹൗസായ പാടിയിലുണ്ടായിരുന്ന സുഹൃത്തുക്കളിലേക്കായിരുന്നു ആദ്യം സംശയത്തിന്റെ മുനകൾ നീണ്ടത്. ഇതിൽ സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നു. മണിയും പാടിയിൽ അവസാനം ഉണ്ടായിരുന്ന സിനിമാക്കാരും ദിലീപും നാദൃശ്യം എല്ലാം ഉറ്റ സുഹൃത്തുക്കളായിരുന്നു എന്നതാണ് വാസ്തവം. ഇവരിൽ പലരെയും പോലീസ് ചോദ്യം ചെയ്തു. 6 പേർക്ക് നുണപരിശോധന നടത്തി. നടന്മാരടക്കമുള്ള കൂട്ടുകാർ സംശയത്തിന്റെ നിഴലിലായി. എന്നാൽ ഇവരടക്കം ആരെങ്കിലും മണിയെ ബോധപൂർവം അപകടത്തിൽപ്പെടുത്തിയതെന്ന് തെളിവുകൾ കിട്ടിയില്ല. സംവിധായകൻ ബൈജു കൊട്ടാരക്കരയാണ് മാതൃഭൂമി ന്യൂസിൽ ഇന്നലെ വിവാദ വെളിപ്പെടുത്തൽ നടത്തിയത്. ബൈജുവിന്റെ വാക്കുകൾ, സിനിമാ രംഗത്ത് തന്നെയുള്ള കഴിഞ്ഞ ഇടയ്ക്ക് മരണപ്പെട്ട ഒരു വീട്ടിലെ സ്ത്രീ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു. അവരാണ് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. മണിയുടെ മരണത്തിൽ ദിലീപിനും മറ്റു കൂട്ടാളികൾക്കും പങ്കുണ്ട്. ദിലീപ് ഇപ്പോൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ അതും കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. താൻ മാതൃഭൂമി ചാനലിലൂടെ ഈ വിവരം പുറത്തുവിടുകയാണ് എന്ന് പറഞ്ഞാണ് ബൈജു ഇക്കാര്യങ്ങൾ വിവരിച്ചത്. ഈ സ്ത്രീയുടെ ഫോൺ താൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ തയ്യാറാണെന്നും ബൈജു പറഞ്ഞു. പണത്തിന് വേണ്ടിയാണ് സുഹൃത്തുക്കൾ മണിയുടെ കൂടെ കൂടിയതെന്നും കുടുംബാംഗങ്ങൾ ആരോപിച്ചിരുന്നു. സാമ്പത്തിക ഇടപാടുകളാണ് മണിയുടെ മരണത്തിന് കാരണമായതെന്നും സഹോദരൻ രാമകൃഷ്ണനും ആരോപിച്ചിരുന്നു. മരണം സംബന്ധിച്ച് സുഹൃത്തുക്കളുടെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടെന്നും രാമകൃഷ്ണൻ പറഞ്ഞിരുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെ നാദൃശ്യം 13 മണിക്കൂർ ചോദ്യം ചെയ്തതിനു പിന്നാലെ നാദൃശ്യ മണിയെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു. മണി ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ മുന്നിൽ നിന്നേനെ എന്നായിരുന്നു നാദൃശ്യ പറഞ്ഞത്. എന്നാൽ ഇന്ന് കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. ദിലീപ് ഭാഗത്തും സംശയത്തിന്റെ നിഴലിൽ നാദൃശ്യ പുറത്തും. മണിയുടെ പേര് ഇതിലേക്ക് വലിച്ചിടലേ എന്ന് അന്നും നാദൃശ്യക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.